ത്രിപുരയിലും പശ്ചിമ ബംഗാളിലുമൊന്നും BJP ശക്തമായിരുന്നില്ല. കേരളത്തിലും അവർ ശക്തമായിരുന്നില്ല. ഇവിടെയൊക്കെ BJP ശക്തിപ്പെടുത്തിയത് CPM ആയിരുന്നു. പക്ഷേ കേരളത്തിൽ അവരുടെ ലൈൻ അതായിരുന്നില്ല. പകരം കോൺഗ്രസിനെ ദുർബലമാക്കുക, പകരം ആ ദുർബലമാകുന്ന കോൺഗ്രസിലൂടെ കയറി വരിക എന്നുള്ളതായിരുന്നു BJPയുടെ ഇക്കാലത്തെ അത്രയും ശ്രമം. പക്ഷേ അവരുടെ ആ ഒരു ശ്രമത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലാത്ത, ഇല്ലെങ്കിൽ അവർ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വലിയ നീക്കമാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPM-ൽ നിന്ന് വലിയ രീതിയിൽ BJP-യിലേക്ക് ഒഴുക്ക് തുടങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. പിണറായി വിജയൻ ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു CPIM-ൽ എങ്കിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി നേതാക്കളടക്കം, സംസ്ഥാന നേതാക്കളടക്കം പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുന്നു. യുവജന നേതാക്കൾ പലരും പാർട്ടി വിടുന്നൊരു സാഹചര്യം. പാർട്ടിയുടെ അടിത്തട്ടിലാകട്ടെ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് ഒഴുക്കായി, വോട്ടായി മാറുന്നൊരു സാഹചര്യം. പലരും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാതെ വരുന്ന ഒരു സാഹചര്യം. വിഭാഗീയതയുടെ കാലത്ത് പോലും CPM ഇത്തരം രൂക്ഷമായ പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. BJP-യും കോൺഗ്രസും ഇത്തരം പ്രവർത്തകരെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. ഏതായാലും ബംഗാളിന് സമാനമായ ഒരു രീതി തന്നെയാണ്. അവിടെയും ആ CPM-ന്റെ അവസാന കാലഘട്ടങ്ങളിൽ നേതാക്കന്മാർക്കെതിരെ അണികൾ ഉൾപ്പെടെ തിരിയുകയും കുറേ അധികം അണികൾ നിശബ്ദരായി തന്നെ BJP അടക്കമുള്ള പാർട്ടികളിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം, സമാനമായൊരു സാഹചര്യം. അതായത് കെട്ടുറപ്പിനെ തന്നെ, കേഡർ പാർട്ടിയായ CPM-ന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പരസ്യമായ വിഴുപ്പലക്കലിനും പോസ്റ്ററിലും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഇപ്പോൾ ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത്തവണത്തെ പ്രതിഷേധം വോട്ടായി BJP-ക്ക് അനുകൂലമായിട്ടാണ് മാറിയെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ അണികളും പ്രാദേശിക നേതാക്കളടക്കം BJP-യിലേക്ക് എത്താനുള്ള സാധ്യതകളും കാണുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.